അഭിനന്ദനായ ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ, പ്രിയപ്പെട്ട ഡോക്ടർ പോൾ മണലിൽ, പ്രിയപ്പെട്ട കുര്യൻ പാമ്പാടി, ജോൺ ഗുന്നത്ത്, വന്യ അതിഥികളെ, പ്രിയ സഹോദരങ്ങളെ, ആദ്യമേ സോപാന അക്കാദമിയോടുള്ള എൻ്റെ ആദരവും ഭക്തിയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അതിൻ്റെ ഡയറക്ടറായ അഭിനന്ദ ഗുരു ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ്റെ ഈ നിസ്തുല സംരംഭം ദൈവകൃപ കൊണ്ട് അനുദിനം നിറയുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വൈദിക സെമിനാരിയിൽ അധ്യാപകനായി വന്ന് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൽ എംഫിൽ പഠിക്കുവാനും സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസിൽ PhD ബിരുദത്തിന് വേണ്ടിയുള്ള പഠനത്തിനും അനുവദിച്ചത് അഭിനന്ദനായ കെ എം ജോർജ് അച്ഛൻ്റെ പ്രത്യേകമായ ഉത്സാഹവും പ്രോത്സാഹനവുമാണ് എന്നത് നന്ദിയോടെ ഓർക്കുകയാണ്. മലയാള മനോരമയിൽ പ്രായോഗിക പരിശീലനത്തിനെത്തിയപ്പോൾ ഒരു ഗുരുതുല്യമായി എന്നെ നയിച്ചത് ഡോക്ടർ പോൾ മണൽ സാറാണ്. എൻ്റെ ആദരവ് അറിയിക്കുന്നു. സോഷ്യൽ സയൻസിൽ ഞാൻ എംഫിൽ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ എന്നോടൊപ്പം അവിടുത്തെ സഹപാഠിയായിരുന്നു നമ്മുടെ കുര്യൻ പാമ്പാടി സാറ്. ഡോക്ടർ രാജൻ ഗുരുക്കളുടെ മേൽനോട്ടത്തിൽ ഗവേഷണ പ്രബന്ധം സമർപ്പിച്ച് ഇരിക്കുകയാണ്. എൻ്റെ ആദരവ് അറിയിക്കുന്നു. ഈ വിഷയം ഞാൻ പഠിച്ചത് വളരെ പ്രശസ്തനായ ഡോക്ടർ AK രാമകൃഷ്ണൻ സാറിനോടൊപ്പമാണ്. അദ്ദേഹം ഇപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സിൻ്റെ ചെയർപേഴ്സണായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കോട്ടയം ഗാന്ധി സർവകലാശാലയിൽ സർവകലാശാലയിൽ സ്കൂൾ ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ആൻഡ് പൊളിറ്റിക്സിൻ്റെ ഡയറക്ടറായിരുന്ന അവസരത്തിലാണ് പഠനത്തിനായിട്ട് ചേർന്നത്. കുറേ കാലം എടുത്തെങ്കിലും ദൈവകൃപയാൽ ഇത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു എന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വളരെ ഹ്രസ്വമായി ഈ പഠനം ഞാൻ അവതരിപ്പിക്കുകയാണ്. ചില ഭാഗങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കും, എന്നാലും ചർച്ചകളൊക്കെ നമുക്ക് മലയാളത്തിൽ നടത്താം. പവർ പോയിന്റ് വരികയാണെങ്കിൽ അതിൻ്റെ ദൃശ്യ ഗ്രാഫിക്സുകളൊക്കെ കാണുവാനായിട്ട് സാധിക്കും. ബഹുമാനപ്പെട്ട പോൾ മണൽ സാറ് വളരെ ഭംഗിയായി മാധ്യമം എങ്ങനെയാണ് നമ്മുടെ ബൗദ്ധിക തലത്തെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചിന്താ ഇടങ്ങൾ ശിഥിലമായി തീർന്നതെന്നും വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ ആമുഖത്തിൽ പറയുകയുണ്ടായി. പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളെ വേണ്ട രീതിയിൽ കണ്ടിട്ടില്ല. മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല എന്നാണ് നമ്മൾ ചിന്തിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നത്. ഓർത്തിരിക്കുക, നമ്മുടെ ബോധ വിചാര മനന പ്രക്രിയകളെ അതിശീഘ്രം സ്വാധീനിക്കുന്ന അതിശക്തമായ ഇടമാണ് മാധ്യമം. അതുകൊണ്ട് മാധ്യമ പഠനങ്ങൾ വളരെ ഭംഗിയായി നിർവഹിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. എൻ്റെ ഗവേഷണത്തിൻ്റെ തലക്കെട്ട് പറയുന്നത് ഗ്ലോബലൈസേഷൻ ഓഫ് മീഡിയ ആൻഡ് കൾച്ചർ ഹെജിമണി, എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദി കവറേജ് ഓഫ് ഇറാഖ് വാർ ഇൻ ദ ഇന്ത്യൻ മീഡിയ. മാധ്യമ ആഗോളീകരണവും സാംസ്കാരിക അതീശത്വവും ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഇറാഖ് യുദ്ധത്തിൻ്റെ കവറേജ്, ഒരു വിമർശനാത്മക പഠനം. പ്രധാനമായ രണ്ട് വിഷയങ്ങളാണ് ഇതിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. ഗ്ലോബലൈസേഷൻ ഓഫ് മീഡിയ ആൻഡ് കൾച്ചറൽ ഹെഗിമണി. ഇവിടെ ഒരു വാക്ക് ഉപയോഗിച്ചു, കൾച്ചറൽ ഡോമിനേഷൻ എന്നുള്ള വാക്ക്. മാധ്യമ ആഗോളീകരണവും സാംസ്കാരിക അതീശത്വവും. ഇത് ടെക്സ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രധാന ഇടം ഇറാഖ് യുദ്ധമാണ്. ഇറാഖ് യുദ്ധം ഇന്ത്യൻ മാധ്യമങ്ങൾ എങ്ങനെയാണ് ആഘോഷിച്ചത് എന്ന് ചിന്തിക്കേണ്ടി വരും. പ്രത്യേകിച്ച് 2003 മാർച്ച് 21 മുതൽ 2003 മാർച്ച് 15 വരെയുള്ള ദിവസങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങൾ ഒരു തരത്തിൽ ആഘോഷത്തിന്റെ ഭാഗമാക്കി തീർക്കുകയായിരുന്നു ഇറാഖ് യുദ്ധം. എന്തുകൊണ്ടാണ് ഇറാഖ് യുദ്ധം ഇന്ത്യൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ, മലയാളത്തിലെ ഓരോ മാധ്യമവും ഇങ്ങനെ ആഘോഷത്തിൻ്റെയും വ്യത്യസ്തങ്ങളായ കവറേജിൻ്റെയും ഇടങ്ങളാക്കി തീർത്തത് എന്നൊരു പ്രധാന അന്വേഷണമാണ് ഈ പഠനത്തിൽ നിലനിർത്തിയത്. ഇതിൻ്റെ ആമുഖം നോക്കുമ്പോൾ ഗ്ലോബലൈസേഷൻ ഓഫ് മീഡിയ എന്നൊരാശയം ഈ അടുത്ത സമയത്താണ് രൂപപ്പെട്ടത്. ഗ്ലോബലൈസേഷനെ കുറിച്ച് അനേക പഠനങ്ങളുണ്ട്. എപ്പോൾ ആഗോളവൽക്കരണത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാലും അതിൻ്റെ സാമ്പത്തിക ഘടനകളെക്കുറിച്ചും
അതിലെ രാഷ്ട്രീയ ഘടനകളെക്കുറിച്ചും സാംസ്കാരിക ഘടനകളെക്കുറിച്ചുമാണ് അനേക പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആഗോളവൽക്കരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ ഉണ്ടായിട്ടുള്ളത് സാമ്പത്തിക തലം കേന്ദ്രീകൃതമാക്കിയിട്ടായിരിക്കാം. ഡിക്ഷണറികൾ നോക്കിയാൽ പോലും ഗ്ലോബലൈസേഷൻ നിർവചനത്തിനകത്ത് മാധ്യമത്തിനൊരിടം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ 2010 കൂടിയാണ് ഇവിടെ പുതിയ ഡിക്ഷണറികളും അതിൻ്റെ പുനർനിർവചനങ്ങളുമൊക്കെ മാധ്യമങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായത്. ആഗോളവൽക്കരണത്തെക്കുറിച്ച് ഇപ്പോൾ മാക്മില്ലൻ ഡിക്ഷണറിയിലും കേംബ്രിഡ്ജ് ഡിക്ഷണറിയിലും ഒക്കെ മാധ്യമങ്ങളുടെ പ്രധാന സാന്നിധ്യം ചേർത്ത് വെച്ചുകൊണ്ടാണ് ഗ്ലോബലൈസേഷന്റെ നിർവചനങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ആഗോളീകരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക്, ആ പങ്കിൽ കൂടി ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നതായ സാംസ്കാരിക അധീശത്വം അതെങ്ങനെയെന്ന് വിശകലനം ചെയ്യുന്നത്. നമുക്കറിയാം 2001 കൂടിയാണ് 9/11 നമുക്കറിയാവുന്നതാണ്. അമേരിക്കയിലെ 2 വലിയ ടവറുകൾ ഇറാഖിൽ നിന്നും അല്ലെങ്കിൽ ഭീകരാക്രമണത്തിന്റെ ഭാഗമായിട്ട് തകർക്കപ്പെട്ടു. 2001 മുതലുണ്ടായി ലോകത്തിന്റെ ക്രമങ്ങളിൽ തന്നെ മാറ്റമുണ്ടായി. ഒരു പുതിയ വാക്ക് തന്നെ സൃഷ്ടിക്കപ്പെട്ടു, ഭീകരാക്രമണം. അതിന് ജോർജ് W. ബുഷ് കൊടുത്തിരിക്കുന്ന വാക്ക് വാർ എഗൈൻസ്റ്റ് ടെററിസം. ഇത് കേന്ദ്രീകരിച്ച് അനേക പഠനങ്ങളുണ്ടായി. അമേരിക്കയിലെ ഒരു സർവകലാശാലയിലോ അമേരിക്കൻ വെബ്സൈറ്റുകളിലോ ഒക്കെ ചെല്ലാമെങ്കിൽ നൂറുകണക്കിന് പഠനങ്ങളാണ് വാർ എഗൈൻസ്റ്റ് ടെററിസം എന്നതിനെ കുറിച്ച് നിലനിൽക്കുന്നത്. അമേരിക്കയുടെ ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലം ഇറാഖായിരുന്നുവെന്നും സദ്ദാം ഹുസൈൻ ആയിരുന്നുവെന്നും ബോധപൂർവം സൃഷ്ടിച്ച ജ്ഞാനോൽപാദനത്തിൽ കൂടി ലോകത്തെ വിസ്മയിപ്പിക്കുവാനും വിശ്വസിപ്പിക്കുവാനും അമേരിക്ക പോലുള്ള വൻകിട രാഷ്ട്രങ്ങളുടെ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഈ ബോധനങ്ങളിൽ കൂടി ഇവര് നിലനിർത്തിയിരുന്ന പവർ എന്തായിരുന്നു, അവരുടെ നിഷ്പക്ഷ താല്പര്യം എന്തായിരുന്നു, അവരുടെ പക്ഷപാതം എന്തായിരുന്നു, അവര് ഈ ഒരു കവറേജിൽ കൂടി ഈ ഒരു പഠനങ്ങളിൽ കൂടി ഏതുതരം രാഷ്ട്രീയമാണ് മാധ്യമങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ള ഒരു അന്വേഷണം. ഈ പഠനത്തിൽ പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഗ്ലോബലൈസേഷൻ ഓഫ് മീഡിയ എന്താണെന്ന് അന്വേഷിക്കുക. 2, സാംസ്കാരിക അധീശത്വം ആഗോള മാധ്യമങ്ങളിൽ കൂടി എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ ഒഴുകി വരുന്നു എന്ന് കണ്ടെത്തുക. ഇറാഖ് യുദ്ധത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങളിൽ എങ്ങനെയാണ് ഈ സാംസ്കാരിക അധീശത്വ സമ്പ്രദായങ്ങൾ എത്തിച്ചേർന്നത് എന്ന് കണ്ടെത്തുക. ഈ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പഠനങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏത് പഠനത്തിനും ചില ചോദ്യങ്ങൾ നമുക്കുണ്ടാവണം. പ്രത്യേകിച്ച് ഇതൊരു ഗവേഷണ പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ ആയതുകൊണ്ട് നമുക്ക് ചില റിസർച്ച് ക്വസ്റ്റ്യൻസ് ആവശ്യമാണ്. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ഗ്ലോബലൈസേഷൻ ഓഫ് മീഡിയ? ഹൗ ഡു ദ ഇന്ത്യൻ മീഡിയ റിഫ്ലക്ട് particular interest in their coverage of events like the Iraq war? ഇറാഖ് യുദ്ധം അതിലൊന്ന് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. How does cultural hegemony reflect on the Iraq war reporting in the Indian media? What are the significant differences in the coverage of the Iraq war among the English and regional language newspapers? ഇന്ത്യയിലെ വിവിധ പത്രങ്ങളിലും മാധ്യമങ്ങളിലും എങ്ങനെയാണ് ഇത് പ്രതിഫലിക്കപ്പെട്ടത് എന്നും ഒരു അന്വേഷണമാണ്. നമ്മളൊരു ലേഖനമോ ഒരു പ്രസംഗമോ പറയുമ്പോൾ നമുക്ക് പറഞ്ഞു പോയാൽ മതിയാകും. എന്നാൽ ഇവിടെ ഈ പഠനത്തിന് ഒരു വ്യക്തമായ മെത്തഡോളജി ആവശ്യമാണ്, രീതിശാസ്ത്രം ആവശ്യമാണ്. ഈ രീതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നമ്മൾ വിലയിരുത്തുകയും വിശകലനം ചെയ്യുകയും തെളിയിക്കുകയും ചെയ്യുകയാണ്. ഈ പഠനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രധാന രീതിശാസ്ത്രം എന്ന് പറയുന്നത് റിസർച്ച് യൂസസ് അനലിറ്റിക്കൽ ആൻഡ് കമ്പാരിറ്റീവ് റിസർച്ച് മെത്തേഡ്സ്. ടൂൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ റിസർച്ച് ആർ ഓൾസോ എംപ്ലോയ്ഡ്. ഈ പഠനത്തിന്റെ രീതിശാസ്ത്രം എന്ന് പറയുന്നത് അത് സംവേദന സമ്പ്രദായങ്ങളിൽ കൂടിയുള്ള ഒരു രീതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ടന്റ് അനാലിസിസ് ഇസ് യൂസ്ഡ് ഫോർ അനലൈസിംഗ് ന്യൂസ് പേപ്പർ കവറേജ് ഓഫ് ഇറാഖ് വാർ. പ്രത്യേകിച്ച് നമുക്ക് ഇന്ത്യൻ മാധ്യമങ്ങളിൽ സാംസ്കാരിക അധീശത്വമുണ്ട്, ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനമുണ്ട് എന്നൊക്കെ പറഞ്ഞു പോകുവാൻ സാധിക്കും. എങ്കിലും ഇത് തെളിയിക്കപ്പെടുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്ന അവസരത്തിൽ അതിന്റെ കണ്ടന്റ് അനലൈസ് ചെയ്യുന്നു, ഉള്ളടക്ക വിശകലനം എന്ന് പറയുന്നു. വാസ്തവത്തിൽ
മാധ്യമ പഠന രംഗത്തെ ഏറ്റവും ശക്തമായ ഒരു രീതിശാസ്ത്രമാണ് ഉള്ളടക്കങ്ങളെ വിശകലനം ചെയ്യുക. എങ്ങനെയാണ് ഉള്ളടക്കങ്ങൾ അവതരിപ്പിക്കുന്നത്, ഓരോ പത്രത്തിന്റെയും ഉള്ളടക്കങ്ങൾ, അതിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ്, അതിന് പിന്നിലെ ഭാഷ എന്താണ്, അവരവതരിപ്പിക്കുന്ന കവറേജിന്റെ എംഫസിസ് എന്താണ്, ഇതാണ് ഉള്ളടക്ക വിശകലനങ്ങളിൽ നമ്മൾ നിലനിർത്തുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനമായ 4 പത്രങ്ങൾ എടുത്താണ് ഇതിന്റെ പഠനങ്ങൾ നടത്തുന്നത്. ഏറ്റവും അധികം പ്രചാരമുള്ള ഇന്ത്യയിലെ പത്രങ്ങൾ എന്ന് പറയുന്നത് ദി ടൈംസ് ഓഫ് ഇന്ത്യ, ദി ഹിന്ദു, ദി ഇന്ത്യൻ എക്സ്പ്രസ് ആൻഡ് മലയാള മനോരമ. Among them, the first 3 are English daily newspapers and the last one is the regional Malayalam daily newspaper. They were selected on the basis of national popularity of Indian readership survey. The study covered 26 consecutive days of the above newspapers during the Iraq war from 21st March 2003 to 15th April 2003. ഓരോ ചാപ്റ്ററിലെയും വിശകലനങ്ങൾ വളരെ ഹ്രസ്വമായിട്ട് പറയുകയാണ്. ചാപ്റ്റർ 1 ആഗോളവൽക്കരണവും മാധ്യമ ആഗോളീകരണവും. ആഗോളവൽക്കരണവും മാധ്യമ ആഗോളീകരണവും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ലോകത്തെ കുറിച്ച് പറയുന്നത് മാധ്യമങ്ങളുടെ ലോകമാണ്. മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന പുതിയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമ്മളൊക്കെ കേൾക്കുന്നുണ്ട് 24/7 എന്തും എവിടെയും എപ്പോഴും ലഭിക്കും. വിജ്ഞാന വിഭവങ്ങൾ വിരൽത്തുമ്പിൽ. അറിവിന്റെ ലോകം വളരെ സമീപത്തായിരിക്കുന്നു. ഏത് വിജ്ഞാനവും നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഇന്ന് നമ്മൾ നടത്തുന്ന ഈ പവർ പോയിന്റ്, ഈ പ്രസന്റേഷൻ തന്നെ ഒരു ഇന്റർനെറ്റ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവനും കാണുവാനായിട്ടുള്ള സംവിധാനം നമുക്ക് ലഭ്യമായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ നവ സാങ്കേതിക വിദ്യയുടെ അതിശീഘ്രമായ വളർച്ചയാണ്. എല്ലാം ലഭ്യമായി തീരുന്നു, എല്ലാം നമുക്ക് ലഭിക്കുന്നു, എല്ലാം അറിവിന്റെ വിദൂരതകൾ നമ്മുടെ കൺമുമ്പിൽ എത്തിച്ചേരുന്നു. പക്ഷെ ഓർത്തിരിക്കണം, ഇത്രമാത്രം അറിവും വിഭവങ്ങളും ഉത്പാദനം ചെയ്യുന്നെങ്കിലും വിപണനം ചെയ്യുന്നെങ്കിലും ഇവിടെ നിലനിൽക്കുന്നത് ഇംബാലൻസ് ഇൻ ദ ഇൻഫർമേഷൻ ഫ്ലോ. മുകളിൽ നിന്ന് താഴേക്കുള്ള വിഭവ വിനിമയമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പാശ്ചാത്യ രാജ്യത്തേക്കോ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കോ ഉള്ള വിഭവങ്ങൾ എത്തിച്ചേരാറില്ല. എത്തിച്ചേരുന്നെങ്കിൽ തന്നെയും വളരെ വളരെ വക്രീകരിക്കപ്പെട്ട വാർത്തകളും നിക്ഷിപ്തമായ വിവരണങ്ങളുമായിരിക്കും പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നത് എന്നോർത്തിരിക്കണം. ഇവിടെയാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് അതിനൊരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ട്, ഒരു മാർക്കറ്റ് ഐഡിയോളജി ഉണ്ട്. ഈ മാർക്കറ്റിന്റെയും പൊളിറ്റിക്സിന്റെയും ഭാഗമായിട്ട് ഈ ആഗോള മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. വൻകിട കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ദൃശ്യ ശബ്ദ മാധ്യമങ്ങളിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കണം, മാധ്യമങ്ങളും ആഗോളവൽക്കരണവും എന്ന് പറയുന്നത് 2 സൈഡിൽ മാറി നിൽക്കുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് 2010 വരെയും ആഗോളവൽക്കരണത്തെ കുറിച്ച് ആയിരക്കണക്കിന് പഠനങ്ങൾ ഉണ്ടായി, മാധ്യമങ്ങളെ കുറിച്ച് പഠനങ്ങൾ ഉണ്ടായി. പക്ഷെ ഇതിനെ രണ്ടിനെയും കൂടെ യോജിപ്പിക്കുന്ന പഠനങ്ങൾ കുറഞ്ഞു വന്നു എന്നുള്ളത്. ഇവിടെയാണ് പുതിയ പഠനങ്ങളിൽ ആഗോളവൽക്കരണത്തെയും അല്ലെങ്കിൽ ആഗോളീകരണത്തെയും മാധ്യമ പഠനത്തെയും ചേർത്ത് പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 1 വിശകലനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മീഡിയ ആൻഡ് ഗ്ലോബലൈസേഷൻ ആർ thoroughly interrelated. The new information technologies facilitated the media to shape a global public sphere and global market. ഗ്ലോബൽ മാർക്കറ്റ്. ഈ ആഗോള മാധ്യമങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പോഴും ആഗോള പൊതുമണ്ഡലമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓർത്തിരിക്കണം, ഗ്ലോബൽ പബ്ലിക് സ്ഫിയർ എന്ന വാക്ക് ഇന്ന് നമ്മളെല്ലാം ആഗോളമായിട്ട് ചർച്ച ചെയ്യുകയും പഠിക്കുകയും കാണുകയും സെലക്ട് ഈ കാലഘട്ടമാണ്. അതിപ്പോ അവതരിപ്പിക്കുന്ന വാക്കാണ് ഗ്ലോബൽ പബ്ലിക് സ്ഫിയർ. പണ്ട് നമുക്കുണ്ടായിരുന്ന പൊതു ഇടമുണ്ട്, വെടിവെട്ടമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്തമാനങ്ങളുണ്ട്, ചർച്ചകളുണ്ട്, നമ്മുടെ ബൗദ്ധിക തലങ്ങളുടെ ശക്തമായ ഇടപെടലുകളുണ്ട്. ഈ ഫേസ്ബുക്കും ഇന്റർനെറ്റും ട്വിറ്ററും പുതിയ മാധ്യമങ്ങളും ഒക്കെ വന്നതോടുകൂടി നമ്മൾ ഈ പൊതു മണ്ഡലത്തിൽ നിന്ന് പുറത്തുപോയിട്ട് നമ്മൾ ഈ സാങ്കേതികതയിൽ ബന്ധപ്പെട്ട് ആഗോള നെറ്റ്വർക്കിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കണം.
ഗ്ലോബൽ പബ്ലിസിറ്റിയുടെ ഭാഗമായി തീരുന്നു. ഈ ഗ്ലോബൽ പബ്ലിസിറ്റിയുടെ ഭാഗമായപ്പോൾ നമ്മളെല്ലാം മുന്നിൽ നിൽക്കുന്നത് ഒരു ഗ്ലോബൽ മാർക്കറ്റാണ്. അതുകൊണ്ടാണ് മാർഷൽ മാക്ലൂഹൻ 1965 അദ്ദേഹത്തിന്റെ മീഡിയ മെസ്സേജ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, മാധ്യമം തന്നെ ഒരു സന്ദേശമാകുന്നു. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത് നമ്മളെല്ലാം ഗ്ലോബൽ വില്ലേജിലാണെന്നാണ്. 65 ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ മാർഷൽ മാക്ലൂഹൻ എഴുതിയതാണ് നമ്മൾ ആഗോള ഗ്രാമത്തിലാണെന്ന്. പക്ഷെ പഠനങ്ങളൊക്കെ മാറി, ഇന്ന് ആഗോള ഗ്രാമമൊക്കെ പോയി. നമ്മൾ നിലനിൽക്കുന്നത് ആഗോള വിപണിയിലാണ്, ആഗോള മാർക്കറ്റിലാണ്. ഈ കമ്പോളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 2010 മുതൽ എത്തിച്ചേർന്നിരിക്കുന്നത്. മാർഷൽ മാക്ലൂഹൻ സ്വപ്നം കണ്ട ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള വില്ലേജ് മാറി മാർക്കറ്റിലേക്ക് നീങ്ങി. Therefore, the globalization of media is one of the central driving force of the contemporary global order. ആഗോള പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ചർച്ചകളെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മാധ്യമങ്ങളെ മാറ്റി നിർത്തി ഒരക്ഷരം പോലും പറയുവാനോ എഴുതുവാനോ നമുക്ക് ചർച്ച ചെയ്യുവാനോ സാധിക്കുകയില്ല എന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അതിശീഘ്രമായ വളർച്ചയും അതിന്റെ അനന്ത സാധ്യതകളുമാണ്. ഗ്ലോബലൈസേഷൻ ഓഫ് മീഡിയ എന്ന വിഷയത്തിൽ നമുക്ക് അവതരിപ്പിക്കുവാനായിട്ടുള്ളത്. ഇത് നീണ്ടുകൊണ്ടേയിരിക്കും, വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ നമ്മളും ഈ വിജ്ഞാന യുഗത്തിന് പുറത്തായി പോകും. ചിലർ പറയും എനിക്കിതൊന്നും ആവശ്യമില്ല, ഞാൻ ഏകാന്തതയും തപസ്സും ധ്യാനവും മനനവും ഒക്കെ മതി എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ലോകത്ത് നടക്കുന്ന ഈ വിജ്ഞാനത്തിന്റെ പുതിയ പുതിയ സത്തകളെയും അംഗസത്തയെയും ഉൾക്കൊള്ളുവാൻ കഴിയാതെ വിജ്ഞാന യുഗത്തിന് പുറത്തു പോകും എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഓർത്തിരിക്കണം. രണ്ടാമത്തെ ചാപ്റ്റർ വിശകലനം ചെയ്യുന്നത് കൾച്ചറൽ ഹെഗിമണി ആൻഡ് മീഡിയ എന്ന വിഷയമാണ്. ആഗോള സാംസ്കാരിക അതീശത്വവും മാധ്യമങ്ങളും എന്ന വിഷയമാണ്. ഇത് ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് നമ്മൾ പഠിക്കുന്നത് പ്രത്യേകിച്ച് അന്റോണിയോ ഗ്രാംഷിയുടെ തിയറിയാണ് കൾച്ചറൽ ഹെഗിമനി എന്ന് പറയുന്നത്. സാംസ്കാരിക അതീശത്വം. പലപ്പോഴും ഈ അറിവെന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പവറാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. ഇതിന്റെ പല വാക്കുകളിൽ സാംസ്കാരിക പഠനങ്ങളുണ്ട്. കൾച്ചറൽ പവർ, കൾച്ചറൽ കൊളോണിസം, സ്ട്രക്ചറൽ ഇംപീരിയലിസം, ഇലക്ട്രോണിക് കൊളോണിയലിസം, മീഡിയ ഇംപീരിയലിസം, ഇതെല്ലാം ഈ വാക്കുകൾ റിലേറ്റഡ് ആണ്. പ്രത്യേകിച്ച് നിയോ മാർക്സിസ്റ്റുകൾ ഈ വാക്കുകൾ അധികമായിട്ട് ഉപയോഗിക്കുന്നത് കൾച്ചറൽ ഇംപീരിയലിസം എന്ന വാക്കാണ്. അന്റോണിയോ ഗ്രാംഷി അവതരിപ്പിക്കുന്ന കൾച്ചറൽ ഇംപീരിയലിസം എന്ന വാക്കാണ് അവിടെ അവതരിപ്പിക്കുന്നത്. സാംസ്കാരിക അതീശത്വം എന്ന് പറയും. ഇതിന്റെ പഠനത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഏത് ദൃശ്യം കണ്ടാലും ശബ്ദം കണ്ടാലും വിവരം കണ്ടാലും വിജ്ഞാനം കണ്ടാലും അതിന് ഉള്ളിൽ കൂടി നമ്മൾ അറിയാതെ ഒരു അധികാര കഥനം വിനിമയം ചെയ്യുന്നു എന്നുള്ളതാണ് ഗ്രാംഷി അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ അധികാര ഘടനയിൽ നമുക്ക് സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പോൾ അത് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ഈ ജ്ഞാനബോധന പ്രക്രിയയെ പാസീവാക്കി തീർക്കുന്നു, നിഷ്പ്രഭമാക്കി തീർക്കുന്നു. പ്രത്യേകിച്ച് ഈ വിജ്ഞാനത്തിന്റെ അതിധാരാളിത്തം നിലനിൽക്കുന്ന ഈ സംസ്കാരത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ അറിവിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയ വിഷയം ഒന്ന് നെറ്റിൽ അടിച്ചു നോക്കി ആയിരക്കണക്കിന് വിവര വിശകലനങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മൾ തന്നെ കൺഫ്യൂസ്ഡ് ആണ്, ഏതാണ് ശരി ഏതാണ് തെറ്റ്. ആയിരക്കണക്കിന് വിജ്ഞാന വിശകലനങ്ങൾ. അവസാനം നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങും. അതുകൊണ്ട് സാധാരണ നിലയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ക്രിട്ടിക്കൽ പബ്ലിക് സ്ഫിയർ ആണ്. തനിയല്ല, നമ്മൾ ഒരുതരം പാസീവ് ഓഡിയൻസ് ആക്കി തീർക്കുന്നു. ഇത് കൾച്ചറൽ ഇംപീരിയലിസത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. പക്ഷെ ഇവിടെ ഈ സംഭവിക്കുന്ന ആരാണ്? ഇവിടെ വളരെ വ്യക്തമായിട്ട് അന്റോണിയോ ഗ്രാംഷി പറയുന്നുണ്ട്, ഇത് വലിയ മുതലാളിത്ത ഘടനയിലാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുതലാളിത്ത ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇത് മാധ്യമങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ വൻകിട കമ്പനികളും പാശ്ചാത്യ രാജ്യത്തെ കുത്തകകളും അവർ അവതരിപ്പിക്കുന്നത് ഏത് പ്രോഡക്റ്റുകളിൽ കൂടി ആയാലും അത് ഈ സാംസ്കാരിക അതീശത്വമാണ്. നമ്മളെല്ലാവരും കൊണ്ട് നടക്കുന്ന വാട്സപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക് ഇതെല്ലാം നമ്മുടെ കയ്യിൽ വന്നപ്പോഴത്തേക്കിന് നമ്മുടെ സമയം എല്ലാം പോയി. നമ്മൾ ഇതിനകത്ത് വീണു, നമ്മൾ ഇതിനകത്ത് അടിമയായി, സെൽഫിയുടെ ഭാഗമായി. പിന്നെ അതിനപ്പുറത്തുള്ള അന്വേഷണങ്ങളൊന്നുമില്ല. ഇത് ഒരു പാശ്ചാത്യ കുത്തകയുടെ ഭാഗമാണ്, സാംസ്കാരിക അതീശത്തിന്റെ ഭാഗമാണ്.
നമ്മുടെ ഈ ബൗദ്ധിക തലങ്ങളെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന ഒരുതരം കൺസ്യൂമറിസ്റ്റിക് കൾച്ചർ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമാക്കി ഈ ടെക്നോളജി നമ്മൾ മാറ്റി തീർക്കുന്നു എന്നുള്ളത്. ഇതെന്താ സംഭവിക്കുന്നത്? ഈ ഇൻഫർമേഷൻ എല്ലാവരോടും നമുക്ക് ലഭിക്കത്തില്ല, അവർ നൽകുന്ന അറിവേ ലഭിക്കത്തുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെടും. മിസ്ഇൻഫർമേഷൻ ആൻഡ് മീഡിയ മാനിപ്പുലേഷൻ ഹാവ് ലീഡ് ടു ദി ഡിസ്ഇന്റിഗ്രേഷൻ ഓഫ് ക്രിട്ടിക്കൽ പബ്ലിക് സ്ഫിയേഴ്സ് ഇൻ ദ സൊസൈറ്റി. ഈ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ക്രിട്ടിക്കൽ വിമർശനാത്മകമായ ബൗദ്ധിക തലം നഷ്ടപ്പെട്ട് പോകുവാനുള്ള സംസ്കാരത്തെ ഈ കൾച്ചറൽ ഹെഗമണി വരെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. ബൈ ദ ഡിസിമിനേഷൻ ഓഫ് ഹാഫ് ട്രൂത്ത്സ്, ഫാൾസ്ഹുഡ്സ്, പെർസുവേഷൻ മേ ബി കൺവേർട്ടഡ് ഇൻടു മാനിപ്പുലേഷൻ ആൻഡ് പ്രൊപ്പഗൻഡ. ഇപ്പം നടക്കുന്ന പത്രവാർത്തകളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. യഥാർത്ഥമായിട്ട് സംഭവിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ച തിയറിയുടെ ഭാഗത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇവിടെ ഏതാണ് ശരി, ഇവിടെ ഏതാണ് തെറ്റ്? 10-14 പത്രങ്ങൾ കോട്ടയത്ത് അച്ചടിക്കുന്നുണ്ട്. ഇവിടെ നൂറുകണക്കിന് ടെലിവിഷൻ ചാനലുകളുണ്ട്. ഓരോന്നും ഓരോ രീതിയിൽ അവതരിപ്പിക്കുന്നു. ഓരോ മാധ്യമത്തിനും അവരുടെ രാഷ്ട്രീയം, അവരുടെ ദർശനം, അവരുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഓരോ മാധ്യമത്തിനും ജാതിയുണ്ട്, ഓരോ മാധ്യമത്തിനും മതമുണ്ട്, ഓരോ മാധ്യമത്തിനും രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും സംസ്കാരത്തിന്റെയും പശ്ചാത്തലത്തിൽ യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച് വ്യക്തമായി അവരുടെ കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പാവങ്ങൾ അത് കണ്ട് അവരുടെ ചർച്ചയിൽ പങ്കിയിരുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവിടെ സംഭവിക്കുന്നത് ഫോൾസ് കൺസെന്റ് ഈസ് ഡെവലപ്ഡ് ത്രൂ പ്രൊപ്പഗൻഡ. ഇത് നോം ജോസ്കി പോലുള്ളവര് അവതരിപ്പിക്കുന്നതാണ്. സമ്മതങ്ങളുടെ നിർമ്മിതിയാണ്. കുറെ പ്രാവശ്യത്തിൽ പറഞ്ഞ് നമ്മളിവിടെ സമ്മതിപ്പിക്കുകയാണ്. അതിന് സാധാരണ പറഞ്ഞ കൊച്ചുദാഹരണമുണ്ട്. ഉജ്ജാലമടക്കൊക്കെ ഒരു പ്രോഡക്റ്റ് പണ്ടുണ്ടായിരുന്നു. പണ്ടേ തുള്ളിനീരം എന്ന് പറഞ്ഞ വാക്കുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പം ഉജ്ജാല മാത്രം മതി. അതൊക്കെ മാറി പുതിയ പുതിയ പ്രോഡക്റ്റുകളുടെ ഭാഗമായി തന്നു. ഇപ്പൊ ഏത് പത്രം എടുത്ത് നോക്കിയാലും ഏത് മാസം എടുത്ത് നോക്കിയാലും ഈ വൻകിട കമ്പനികൾ അതിന് മുഴുവൻ പരസ്യം ചെയ്യും. അതേപോലെ നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റുകളും കേരളത്തിലെ പ്രോഡക്റ്റുകളും ഏതെങ്കിലും ഒരു പത്രത്തിന് ഒരു പരസ്യം കൊടുക്കാറുള്ളൂ. വൻകിട കമ്പനികൾ കേരളത്തിൽ കോട്ടയത്ത് നിന്നും 13 പത്രമാണെന്നുണ്ടെങ്കിൽ 13 പത്രത്തിനും പരസ്യം കൊടുക്കും. പ്രത്യേകിച്ച് ഈ ആഴ്ചകളൊക്കെ വന്ന ടൈംസ് ഓഫ് ഇന്ത്യ എടുത്ത് നോക്കണം. ഒന്നാമത്തെ പേജ് എന്ന് പറയുന്നത് മൊത്തം പരസ്യമാണ്. ആദ്യത്തെ 2 പേജ്, 2 ഫസ്റ്റ് പേജുകളുമായിട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇപ്പോൾ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓർത്തിരിക്കണം. അതുകൊണ്ട് ഇവിടെ നമ്മളെ സൃഷ്ടിക്കുന്നത് ഫോൾസ് കൺസെന്റ് ആണ്, സമ്മതങ്ങളുടെ നിർമ്മിതി. ടൈംസ് ഓഫ് ഇന്ത്യ അവതരിപ്പിക്കുന്ന മുഴുവൻ പ്രോഡക്റ്റും മൊബൈൽ ഫോണുമായിട്ട് കേന്ദ്രീകരിച്ചുള്ള ദൃശ്യങ്ങളും അതിന്റെ വിവരണങ്ങളുമാണ്. കാരണം സമ്മതങ്ങളുടെ നിർമ്മിതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. Therefore, media have less interest to serve as the organs of public information and public debate, but they provide only the market-oriented propaganda. ടെലിവിഷൻ ചാനലിലോ ഒരു റേഡിയോ, ഓൾ ഇന്ത്യ റേഡിയോയിലോ ആ സെന്റർ പോയി കാണാമെങ്കിൽ അവിടെ ആദ്യം ചോദിച്ചിരിക്കുന്ന വാക്കാണ് ടു ഇൻഫോം, ടു എഡ്യൂക്കേറ്റ്, ടു എന്റർടൈൻ. വിദ്യാഭ്യാസം, വിനോദം, വിജ്ഞാനം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതൊക്കെ മാറിയിട്ട് ഇതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവരുടെ മുന്നിൽ, മാധ്യമങ്ങളുടെ മുന്നിലുള്ള ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല. അവർക്കുള്ളതെന്ന് പറയുന്നത് മാർക്കറ്റിന്റെ പ്രൊപ്പഗൻഡ ആണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ പലതും ഇന്ത്യയിലെ വളരെ വിശക്കുന്നവന്റെയോ വീർപ്പുമുട്ടുന്നവന്റെയോ നീതി നിഷേധിക്കപ്പെടുന്നവരുടെയോ ശബ്ദവും ദൃശ്യവും മാധ്യമങ്ങൾക്ക് താല്പര്യമില്ലാത്തത്. ആ സ്ഥാനത്ത് മറ്റു പലതും 1 പേജിലാണ് എത്തിച്ചേരുന്നത്. ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഒരു IG-യുടെ കോപ്പിയടി നമ്മുടെ ഒരു പത്രമല്ല, എല്ലാ പത്രങ്ങളിലും മത്സരിച്ച് 1-ാം പേജിൽ ബാനർ ന്യൂസാണ് കൊടുത്തത്. സർവകലാശാല ഇപ്പൊ പഠിച്ച് അവസാനം തീരുമാനത്തിലെത്തിയാൽ കോപ്പി അടിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ അവരുടെ തീരുമാനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന മാർക്കറ്റിന്റെയും ഈ പുതു സംസ്കാരത്തിന്റെയും നിയന്ത്രണങ്ങളിലും വിനിമയങ്ങളിലും മാധ്യമങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഇടപെടലുകൾ പാവം ജനങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം. ഈ പഠനത്തിലെ 3-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറാഖ് വാർ ആൻഡ് ഗ്ലോബൽ മീഡിയ. എങ്ങനെയാണ് ഇറാഖ് യുദ്ധത്തെ ആഗോള മാധ്യമങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇവിടെ ഓർക്കുകയാണ്. അതിന്റെ വിശകലനങ്ങളിലേക്ക് ഞാൻ പോകാതെ അതിന്റെ ആ കണ്ടന്റ് മാത്രം പറയുകയാണ്. ഇറാഖ് യുദ്ധത്തോടുകൂടി പത്ര മാധ്യമ രംഗത്ത് വന്നിരിക്കുന്ന ഒരു പുതിയ വാക്ക് തന്നെയുണ്ട്. എംബഡഡ് ജേർണലിസം എന്ന് പറയും. എംബഡഡ് ജേർണലിസം എന്നതിനൊരു ബന്ധിത പത്രപ്രവർത്തനം എന്നുവല്ലോ നമുക്ക് മാധ്യമ പ്രവർത്തനം എന്നുവല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്യാമായിരിക്കും. അതായത് യുദ്ധത്തിന് പോയ പട്ടാളക്കാരോടൊപ്പം
പത്രക്കാരെയും മാധ്യമങ്ങളെയും അവർ കടമെടുത്തുകൊണ്ടുപോയി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരെ കൂടി യുദ്ധത്തിന് കൊണ്ടുപോയി. ആ യുദ്ധത്തിന്റെ വാർത്തകളും ശബ്ദങ്ങളും ദൃശ്യങ്ങളും അവരാണ് വിനിമയം ചെയ്തത്. ഇത് ആരുടെ അസോസിയേഷൻ എന്നറിയാമോ? അമേരിക്ക പോലുള്ള വൻകിട പ്രസ്ഥാനങ്ങളുടെ, വൻകിട വാർത്താ ഏജൻസികളുടെ, പ്രത്യേകിച്ച് വാഷിംഗ്ടൺ പെന്റഗൺ കൂട്ടായ്മകളുടെ ഒരു കൂടിയാലോചനയുടെ ഭാഗമായിട്ടായിരുന്നു ഈ എംബഡഡ് ജേർണലിസം അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇറാഖ് യുദ്ധം ഇന്ത്യൻ മാധ്യമങ്ങളിലും പത്രമാധ്യമ ചരിത്രത്തിലും ഒരു പുതിയ അധ്യായം തന്നെ സൃഷ്ടിച്ചത്. അതൊരു ഉണ്ടായില്ല. എംബഡഡ് ജേർണലിസം അവർ പറയുന്നത് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. ലോകത്തെ എല്ലാ മാധ്യമങ്ങളിലും ഇറാഖ് യുദ്ധത്തിന് അമിത പ്രാധാന്യമാണ് നൽകിയത്. ഏറ്റവും വലിയ പ്രാധാന്യം. ഇങ്ങേറ്റത്തിൽ എടുക്കുന്ന ഈ കൊച്ചു കേരളത്തിലെ എല്ലാ പത്രങ്ങളും 1ഉം 2ഉം പത്രങ്ങളാണ് ഓരോ ദിവസവും അച്ചടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഓർത്തിരിക്കണം, ഇറാഖ് വാർ വളരെ ഭംഗിയായിട്ട് ലോകമാധ്യമങ്ങൾ അവതരിപ്പിച്ചു. The implication of Bush administration's war on terror for the media coverage is analyzed along with the overspan of embedded journalism. അധ്യായത്തിൽ വളരെ ദീർഘമായി ചർച്ച ചെയ്യുന്നതാണ്. എംബഡഡ് ജേർണലിസം എങ്ങനെയാണ്, അതിന്റെ സ്ട്രാറ്റജീസ് എന്തെങ്ങനെയാണ്, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നെല്ലാം അതിലേക്ക് അവിടെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഓർത്തിരിക്കണം, ഈ എംബഡഡ് ജേർണലിസത്തിന്റെ വാർത്തകളും വിനിമയങ്ങളുമാണ് നമ്മൾ കണ്ടത്. പല വിവരണങ്ങളും, inaccurate descriptions and distorted realities were frequent in the global media coverage. Many times the reports were incomplete, uninformed and unbalanced. ഭാഗികമായ വിവരണങ്ങളും തെറ്റായ ചിത്രങ്ങളും ദൃശ്യങ്ങളും ഒക്കെയാണ് അവർ അവതരിപ്പിച്ചത്. ഈ അടുത്ത സമയത്ത് അമേരിക്കയിലെ പല വൻകിട വാർത്താ ഏജൻസികളും പ്രത്യേകിച്ച് പത്രങ്ങളും ലോകത്തോട് ക്ഷമ പറയുകയുണ്ടായി. ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്നേ ഉള്ളൂ അന്നത്തെ രാഷ്ട്രീയ ചായ്വിൽ. പക്ഷേ പാശ്ചാത്യ രാജ്യത്തെ പത്രങ്ങളും പത്ര മുതലാളിമാരും അതിന് തയ്യാറായെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ ഏതെങ്കിലും പത്രമോ മലയാളത്തിലെ ഏതെങ്കിലും പത്രമോ അതിനൊരു അപ്പോളജി എഴുതിയതായിട്ട് വായിക്കുവാനിടയായിട്ടില്ല. അത് കഴിഞ്ഞു, അത് പോയി വേറെ അടുത്ത വിഷയങ്ങളുമായിട്ടാണ് നമ്മൾ കടന്നുപോയത്. 4ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഇറാഖ് വാർ ആൻഡ് ഇന്ത്യൻ മീഡിയ ആൻ ഓവർവ്യൂ. ഇറാഖ് യുദ്ധവും ഇന്ത്യയിലെ മാധ്യമങ്ങളും എന്നൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ദീർഘമായിട്ട് അതിന്റെ പഠനങ്ങൾ ഈ ഭാഗത്ത് ഉണ്ട്. ഇന്ത്യൻ മാധ്യമങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന അവസരത്തിൽ ഒരു ഭാഗം ഞാൻ വായിക്കുകയാണ്. The media as the major democratic institution rests on the values of the credible information, critical, investigative, analytical, educational and agenda building functions for the transformation of the society. ഈ സംസ്കാരത്തിന്റെയും ദേശത്തിന്റെയും പരിവർത്തനം ചെയ്യിപ്പിക്കുവാൻ, രൂപപ്പെടുത്തുവാൻ കരുത്തുറ്റ ഒരു കണ്ണുകളായിരുന്നു മാധ്യമങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അവർ the result of the globalization and market pressure contribute to the decline of the core values of the press. പത്രത്തില് പ്രവർത്തകരുടെ ഇരിപ്പുണ്ട്. എങ്കിലും പത്രത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് ഈ സുതാര്യമായ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള വിനിമയത്തിൽ നിന്നും മാറി മാർക്കറ്റിന്റെയും കച്ചവടത്തിന്റെയും ലാഭത്തിന്റെയും കണ്ണുകളിലേക്ക് മാറി എന്നുള്ളതാണ് പ്രധാനമായ ഒരു സംഭവം. ഇന്ത്യൻ മീഡിയ ആർ സ്റ്റിൽ ഡിപ്പെൻഡ് ഓൺ ദ ഗ്ലോബൽ ന്യൂസ് ഏജൻസീസ് ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയോളജീസ്. ലോക വിനിമയ വാർത്തകളിൽ, ആഗോള രാജ്യാന്തര വാർത്തകളിലൊക്കെ ഇന്ത്യൻ മാധ്യമങ്ങൾ വളരെ ഭംഗിയായി ഈ വിദേശ മാധ്യമങ്ങളെ ആശ്രയിക്കുകയും അത് അതേപോലെ തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷ് പത്രങ്ങൾക്കാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്, ചേർത്ത് വെച്ച് വിട്ടാൽ മതി. പ്രത്യേകിച്ച് ഈ ഇന്റർനെറ്റിന്റെ പുതിയ സംവിധാനങ്ങളോ കമ്പ്യൂട്ടറിന്റെ പുതിയ സംവിധാനങ്ങളോ ഉള്ളതുകൊണ്ട് അത് അതേപോലെ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി എന്നുള്ളതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ദിസ് റിഫ്ലക്ട് ദാറ്റ് വിത്ത് ദ ഗ്ലോബലൈസേഷൻ ഓഫ് ദ മീഡിയ കോൺട്രിബ്യൂട്ടഡ് എ ഹെഗിമോണിക് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്ലോബൽ മീഡിയ ഓൺ ഇന്ത്യൻ മീഡിയ ഐദർ ഇൻ ഇംഗ്ലീഷ് ഓർ ഇൻ റീജിയണൽ ലാംഗ്വേജ്. അത് ഇംഗ്ലീഷ് ആയാലും കൊള്ളാം, മലയാളം ആയാലും കൊള്ളാം. ഇതിനോട് പഠനത്തോടൊപ്പം ഞാൻ ചേർത്ത് ആന്ധ്രയിലെ ചില പഠനങ്ങൾ നോക്കി, തെലുങ്ക് പത്രങ്ങൾ, മറ്റു പല പത്രങ്ങൾ, തമിഴ് പത്രങ്ങൾ, പ്രത്യേകിച്ച് സൗത്തിലെ ഇന്ത്യയിലെ സൗത്ത് സ്റ്റേറ്റുകളിലെ പത്രങ്ങളൊക്കെ നോക്കി. അവിടെയെല്ലാം നല്ല കവറേജാണ് നൽകിയത്. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ നൽകിയത് ഇംഗ്ലീഷ് പത്രങ്ങളും പ്രത്യേകിച്ച് ഈ മലയാളം പത്രങ്ങളും. 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കവറേജ് ഓഫ് ഇറാഖ് വാർ ഇൻ ദ ഇന്ത്യൻ മീഡിയ ആൻഡ് അനാലിസിസ് ഓഫ് സെലക്ട് ന്യൂസ് പേപ്പേഴ്സ്.
തെരഞ്ഞെടുക്കപ്പെട്ട 4 പത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് പഠനം നടത്തിയത്. ആൾക്കാർക്ക് ചോദിക്കാം, എന്തുകൊണ്ട് 5 പത്രമായില്ല, 7 പത്രമായില്ല, വേറെ ഭാഷാ പത്രങ്ങളായില്ല എന്നൊക്കെ ചോദിക്കാമെങ്കിലും, അതൊക്കെ ഇതിനനുസരിച്ച് ചോദ്യങ്ങൾ ഉണ്ടായെങ്കിലും നമ്മൾ ഈ മീഡിയയുടെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഒക്കെ അനാലിസിസ് നടത്തുമ്പോൾ അതിന്റെ മെത്തഡോളജിക്കലായിട്ടുള്ള ചില സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് അതിന്റെ ലോകം അംഗീകരിച്ചിട്ടുള്ള മെത്തഡോളജിയുടെ ഭാഗമായിട്ട് ഒരു 3 പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 പത്രങ്ങളും, പ്രത്യേകിച്ച് മലയാളത്തിലെ ഏറ്റവും വലിയ പത്രവും നമ്മൾ ഈ പഠനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പത്രങ്ങൾ നോക്കുന്ന സമയത്ത് ചില സിമിലാരിറ്റീസ് എല്ലായിടത്തും കാണുവാനായിട്ട് കഴിയും. All the selected newspapers have given wide coverage of Iraq war for 26 days. 26 ദിവസം പത്രങ്ങൾ വളരെ വിപുലമായ വിപണനമാണ് നൽകിയിരിക്കുന്നത്, വിതരണമാണ് ഈ പത്രങ്ങൾ നൽകിയിരിക്കുന്നത്. നമ്പർ 2, മലയാള മനോരമ and the Indian Express have given greater coverage than the Times of India and the Hindu during the Iraq war. ഈ യുദ്ധങ്ങളൊക്കെ നോക്കുന്ന അവസരത്തിൽ ഇന്ത്യൻ എക്സ്പ്രസും മലയാള മനോരമയും മത്സരിച്ചാണ് അവര് വാർത്ത നടത്തിയിരിക്കുന്നത്, പത്രങ്ങൾ നടത്തിയിരിക്കുന്നത്. തന്നെയല്ല, ഡ്യൂറിംഗ് ദ വാർ മലയാള മനോരമ പബ്ലിഷ് 2 newspapers every day. 2 പത്രം അച്ചടിച്ച് വിതരണം ചെയ്തു. ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവാം, നമ്മുടെ പത്രക്കെട്ടുകളിൽ ചിലപ്പോൾ കാണും 2 പത്രം മുഴുവൻ വാർത്താ ചിത്രങ്ങളോടുകൂടി അത് വിതരണം ചെയ്യുകയുണ്ടായി എന്നുള്ളത്. ദ ക്യാപ്ഷൻ ഓഫ് ദി കവറേജ് വാസ് വാർ, യുദ്ധം എന്നാണ് അവർ കൊടുത്ത അതിന്റെ കവറേജ് എന്ന് പറയുന്നത്. വിച്ച് ഇൻക്ലൂഡ്സ് 2 color pages in both newspapers. Meanwhile, the Indian Express provided 2-page supplement every day with the caption Gulf War. മനോരമ യുദ്ധം എന്ന് കൊടുത്തപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് ഗൾഫ് വാർ എന്ന് കൊടുത്തു. The Times of India and the Hindu had also given a bulky coverage of Iraq war. മത്സരിച്ച് തന്നെ പത്രങ്ങൾ അവരവരുടെ പേരിൽ അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുവും സപ്ലിമെന്റ് തന്നെയാണ് അവതരിപ്പിച്ചത്. നമ്പർ 3, all the 4 newspapers provided wide coverage of Iraq war with an intense interest. Therefore, the newspapers given the coverage of Iraq war on the first page itself with the banner headlines and large color photos. മലയാള മനോരമയുടെ പത്രം ശ്രദ്ധിക്കാമെങ്കിൽ അത് ബാനർ ന്യൂസാണ്. വലതുവശം മുതൽ ഇടതുവശം വരെയുള്ള വലിയ തലക്കെട്ടോടുകൂടിയാണ് അത് വന്നത്. All the 4 newspapers have given editorials about Iraq war. Among 26 days news coverage, Times of India and Indian Express have given more editorials than the other 2. മത്സരിച്ചാണ് അവർ എഡിറ്റോറിയൽസ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. In general, the selected newspapers were not providing any news sources except the Times of India. പ്രത്യേകിച്ച് അതൊരു പ്രത്യേക ഗവേഷണ പഠനങ്ങൾ തന്നെയാണ്. മലയാളത്തിലെ ഏത് പത്രം എടുത്ത് നോക്കിയാലും അവർ എവിടെ നിന്നാണ് സോഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് അവതരിപ്പിക്കാറില്ല. പണ്ടും അങ്ങനെ ആവാം എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അതേസമയം പല വൻകിട പത്രങ്ങളും അവർ ചെറിയതായിട്ട് ഒരു വാക്കിലോ ഒരു അക്ഷരത്തിലോ ഒരു കുറിപ്പിലോ ഇതിനെ സോഴ്സ് ഉപയോഗിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. This media coverage analyzes the following items in detail. Number 1, space coverage, number of news and photos, placement of first page news, headline, verbatim, editorial coverage. ഇങ്ങനെയാണ് അനലൈസ് ചെയ്യാണ്. ഇതിൽ കൂടി നമ്മൾ നോക്കുന്നത് all these items were examined in order to see how the coverage have been influenced by cultural hegemony. ഈ പടത്തിനകത്തും ഈ വെർബാറ്റത്തിനകത്തും ഈ ചിത്രത്തിനകത്തും എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടതെന്ന് നമ്മൾ നോക്കുകയാണ്. നമുക്ക് നോക്കാം. ടോട്ടൽ സ്പേസ് കവറേജ് ഓഫ് ദി സെലക്ടഡ് ന്യൂസ് പേപ്പേഴ്സ് 26 ദിവസത്തെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ മലയാള മനോരമ കൊടുത്തിരിക്കുന്ന കവറേജ് ഓർത്തിരിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്. ഇറാഖ് യുദ്ധം മാത്രമേ അന്നുള്ളൂ 26 ദിവസം. ഇന്ത്യയിലെ 100 പ്രശ്നങ്ങളുണ്ട്, കേരളത്തിലെ 100 പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം വിസ്മൃതമാക്കിക്കൊണ്ട് തമസ്കരിച്ചുകൊണ്ട് പ്രത്യേകമായ അജണ്ടയുടെ ഭാഗമായി പത്രവാർത്തകളും സിംഹഭാഗവും ചില പ്രത്യേക വാർത്തകൾക്ക് വേണ്ടി അന്നും തെരഞ്ഞെടുക്കുന്നു, ഇന്നും ഏതാണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ളതാണ് നിർഭാഗ്യം എന്ന് പറയുന്നത്. മലയാള മനോരമ മാത്രമല്ല, ഇന്ത്യൻ എക്സ്പ്രസ് തന്നെ, ഹിന്ദു തന്നെ, ടൈംസ് ഓഫ് ഇന്ത്യ എന്ന് തന്നെ നോക്കണം. ഈ ദിവസങ്ങളുടെ വാർത്തകളുടെ ആ ഇടപെടൽ എന്ന് നോക്കുമ്പോൾ the Indian newspapers have given a huge amount of attention to the Iraq war with an average of 3 to 4 pages daily. നോക്കണം, 3 മുതൽ 4 വരെ, ചിലപ്പോൾ 5 6 വരാറുണ്ട്. 6 pages ആണ്
ഇന്ത്യൻ മീഡിയ, പ്രത്യേകിച്ച് പ്രിന്റ് മീഡിയ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത ഈ ചിത്രം അവതരിപ്പിക്കുന്നത് ന്യൂസ്, ടോട്ടൽ നമ്പർ ഓഫ് ന്യൂസ് ഐറ്റംസ് കവേർഡ് ഇൻ ദ സെലക്ടഡ് ന്യൂസ് പേപ്പേഴ്സ്. അത് അവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എത്ര മാത്രം ന്യൂസ് ഐറ്റംസ് ആണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മലയാള മനോരമ 37%, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് 26%, മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, ടൈംസ് ഓഫ് 90% ആൻഡ് ഹിന്ദു 16. നോക്കണം, വാർത്തകളുടെ ഒരു സിംഹഭാഗം. പിന്നെ ഇതിലെ അഡ്വർടൈസ്മെന്റുകളെ ബാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എവിടെയാ വാർത്ത? ഇതിന്റെ കൂടെ എത്ര സമയം, എത്ര സ്പേസ് അഡ്വർടൈസ്മെന്റുകൾ മാറ്റി വെച്ചു. പിന്നെ ബാക്കി വാർത്തകൾക്ക് എല്ലാം കൂടെ കിട്ടുന്നത് 25 30 ഐറ്റം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഈച്ച് ഓഫ് ദീസ് ന്യൂസ് പേപ്പേഴ്സ് ഹാവ് പ്രൊവൈഡഡ് ന്യൂസ് ഐറ്റംസ്, ഫീച്ചേഴ്സ്, ആർട്ടിക്കിൾസ്, എഡിറ്റോറിയൽസ്, കോളംസ്, ക്വസ്റ്റ്യൻ, പ്രൊഫൈൽസ് of the 4 newspapers studied. Malayalam Manorama has published the largest number of Iraq war news items, and the Indian Express comes next. The Hindu was the least. ഒരു പത്രത്തെ മാറ്റി നിർത്താൻ പറ്റുന്നില്ല. അവരവരാൽ കഴിയുന്ന രീതിയിലാണ് ഇത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത് ആഘോഷിച്ചത്. കവറേജ് എന്നുള്ളത് ചിലപ്പം ആഘോഷമൊന്നുമല്ലോ കൊടുക്കേണ്ടി വരും. തന്നെയല്ല, നോക്കണം ഇത് എവിടെയാണ് കൊടുത്തതെന്ന് തന്നെ അവിടെ പറയുന്നുണ്ട്. Times of India provided a special section in the international page with a special title on Gulf War II. Hindu published special pages on international page, includes an extra page for the Iraq War coverage. The war. Malayalam Manorama covered the Iraq War with the 2 newspapers every day with a special title Yuddham അല്ലെങ്കിൽ War. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. ഈ പത്രങ്ങൾ അവതരിപ്പിച്ച വാക്കുകളെ കുറിച്ച് വെർബാറ്റൽ സ്റ്റഡീസ് നമ്മൾ നടത്തി. ഹെഗിമണി അല്ലെങ്കിൽ ഡോമിനേഷൻ, വെസ്റ്റേൺ ഡോമിനേഷൻ എങ്ങനെയാണ് നമ്മളെ മേലെ അടിച്ചേൽപ്പിച്ചതെന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പത്രങ്ങൾ അവതരിപ്പിച്ച അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നമ്പർ 1 ഗൾഫ് വാർ, ഇറാഖ് ഇൻവേഷൻ, ഇറാഖ് വാർ, യുദ്ധം. ഇതെല്ലാം നോക്കണം. ഷോ ദ ഇന്റൻസ്ലി ദ കവറേജ് ആൻഡ് ഇറ്റ് ഓൾസോ അലേർട്സ് ദ പബ്ലിക് അബൌട്ട് ദ വാർ ന്യൂസ് ആൻഡ് ദ ഐഡിയോളജി ഇൻവോൾവ്ഡ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ്. മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അമേരിക്ക അവിടെ ഇറാഖിൽ നടക്കുന്നത് മാരകമായ യുദ്ധമാണ്. അവിടെ നടക്കുന്നത് മനുഷ്യാവകാശ നിഷേധ കാര്യങ്ങളാണ്, രാസായുധങ്ങളുണ്ട്. ഇതെല്ലാം അവതരിപ്പിച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു ചെറിയ വാർത്ത വന്നാലും പത്രങ്ങൾ എഴുതുന്നത് ഇത് ഈ സംഭവത്തോട്, ഇറാഖ് യുദ്ധത്തോടുകൂടി ഇന്ത്യൻ മാധ്യമങ്ങൾ ഒരു വാക്കല കിട്ടി, ഭീകരാക്രമണം. എവിടെയെങ്കിലും ഒരു കൊച്ചിന് ബോംബ് കിട്ടിയാൽ മതി, പത്രത്തിൽ 1-ാം പേജ് ഭീകരാക്രമണം. ഇവിടെ ഒരു ഭാര്യ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു മാവോയിസ്റ്റിന്റെ പേരിൽ 1-ാം പേജിൽ വൻകിട വാർത്ത. അതുകൊണ്ടൊക്കെ ഈ വാർത്തകളുടെ ഈ ഒരു സ്വാധീനം ഭയങ്കരമാണ്. ബാനർ ന്യൂസും ടോപ്പ് റൈറ്റും ടോപ്പ് ലെഫ്റ്റും ബോട്ടും ഒക്കെ ഇതിനകത്തിൽ വലിയ പ്രാധാന്യം ഉണ്ടായി. നമുക്ക് നോക്കാം അടുത്തൊരു സ്ലൈഡ്. ദ ഫസ്റ്റ് പേജ് ഹെഡ്ലൈൻ കവറേജ് ഓഫ് ഇറാഖ് വാർ ഇൻ സെലക്ടഡ് ന്യൂസ് പേപ്പേഴ്സ്. എങ്ങനെയാണ് ഇത് കവറേജ് കൊടുത്തത്? നമ്മൾ ഈ വാർത്തകൾ വിശകലനം ചെയ്ത അടിയിലോട്ട് വായിച്ചു പോകണ്ടായി. ഹെഡിങ്ങിൽ തന്നെ നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഇതിന്റെ ഹെജിമണി നോക്കണം. ബാനർ ന്യൂസുകൾ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായി കഴിയാം. ഹിന്ദു അതിന് 80% ടോപ്പ് ലെഫ്റ്റ് ആണ്. ഹിന്ദു പത്രത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ പത്രമൊക്കെ കാണാറുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കുമ്പോൾ എപ്പോഴും ലെഫ്റ്റിലാണ് ഹിന്ദു വാർത്ത അവരുടെ ടൈറ്റില് കൊടുക്കുന്നത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ബാനർ ന്യൂസ് നീലയാണ്. മലയാള മനോരമ പോയി 65 സിസ്റ്റത്തിൽ വരും. ബാനർ ന്യൂസ് മനോരമയ്ക്ക് ഇപ്പോഴും താല്പര്യം ഈ ബാനർ ന്യൂസ് അവരുടെ ഒരു ഭാഗമാണ്. വലതു മുതൽ ഇടത് വരെ നിൽക്കുന്ന വലിയ വാർത്തകൾ നമ്മളെ മുഴുവൻ വീഴിക്കുന്നത് ഈ ബാനർ ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനോട് ചേർന്ന് ഞാൻ പറയും, ഞങ്ങൾ ഈ വാർത്തയൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾ നോക്കും, ഞങ്ങളുടെ വാർത്ത അടിച്ചു വന്നിട്ടുണ്ടോ? മൂന്ന് കോളം വാർത്ത, വെരി ഗുഡ്. പക്ഷെ ഓർത്തിരിക്കണം, ഇന്നത്തെ വാർത്തകൾ ഒരു ഭാഗം ഞാൻ പറയാം. സ്ത്രീകൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി തീരണം. 3 കോളം ന്യൂസാണ്. യാക്കോബ സഭയുടെ മർത്തമന സമാജത്തിലെ മീറ്റിംഗ് നടത്തിയപ്പോൾ മലയാള മനോരമ എഴുതിയ 3 കോളം ന്യൂസാണ്. സ്ത്രീകൾ ക്രിസ്തുവിന്റെ അനുകാരികളായി തീരണം. പടമുണ്ട്, വാർത്തയുണ്ട്, പ്രസംഗിച്ചവരുടെ മുഴുവൻ പേരുമുണ്ട്. ഇത് അടിസ്ഥാനപരമായി വിശകലനം ചെയ്യുമ്പോൾ നിഷേധ വാർത്തയാണ്. അതിന്റെ അർത്ഥം എന്തുവാ? സ്ത്രീകളാരും ക്രിസ്ത്യാനികളെ അനുകരിക്കുന്നവരല്ല. സഭയിൽ നീതിബോധം ഉണ്ടാവണം, പരിശുദ്ധ ഭാവം. അതിന്റെ അർത്ഥം എന്തുവാ? സഭയിൽ നീതിബോധം ഇല്ലെന്നാ. നമ്മൾ എഴുതി കൊടുക്കുന്ന വാർത്തകൾ ഇങ്ങനെ കവറേജിന് വേണ്ടി വളച്ചോടിച്ച് വക്രീകരിച്ച് അവരുടെ താല്പര്യാനുസരണമാണ് ഇടുന്നത്. എൻ്റെ ഒരു സാധനമുണ്ട്. കഴിഞ്ഞ പ്രത്യേകിച്ച് പാത്രികീസ് ബാബ കേരളത്തിൽ വന്നപ്പോൾ പത്രങ്ങൾ അവതരിപ്പിച്ച ഹെഡ്ലൈൻസിന്റെ മാത്രം ഒരു കളക്ഷൻ ഉണ്ട്.
ഇത് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു അല്പം ഭയം കൊണ്ട് അത് കയ്യിലിരിക്കുകയാണ്. ഓർത്തിരിക്കണം, നമ്മൾ നോക്കുമ്പോൾ വളരെ നല്ലതാണെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഇത് കോൺട്രഡിക്ഷൻ തന്നെ സൃഷ്ടിക്കുന്ന വാർത്തകളാണ് എന്ന് പ്രത്യേകിച്ച് ഓർത്തിരിക്കണം. അത് പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടതാണ്. എഡിറ്റോറിയൽ കവറേജ് നോക്കുക. പത്രങ്ങൾ സ്ഥിരമായിട്ട് എഴുതുകയാണ്. ഈ എഡിറ്റോറിയലൊക്കെ നോക്കുന്ന അവസരത്തിൽ അവിടുത്തെ റിയാലിറ്റീസിനെ കുറിച്ചല്ല അവരുടെ പ്രശ്നം. അവിടുത്തെ നിയമത്തെക്കുറിച്ചോ ന്യായത്തെക്കുറിച്ചോ മനുഷ്യാവകാശ ധ്വംസനങ്ങളെ കുറിച്ചോ ഒന്നുമല്ല പത്രങ്ങളുടെ താല്പര്യം എന്ന് പറയുന്നത്. പത്രങ്ങളുടെ താല്പര്യം US വാർ, ഇറാഖ് റിയാലിറ്റീസ്, മീഡിയ വാർ, റോൾ ഓഫ് UN, ഇറാഖ് ഓയിൽ, പോസ്റ്റ് വാർ ചലഞ്ചസ്. ഇറാഖ് എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്യാം, എങ്ങനെ യുദ്ധാനന്തര ഇറാഖിനെ സൃഷ്ടിക്കാം, ഇറാഖിലെ ഓയിൽ എങ്ങനെ രൂപപ്പെടുത്താം, എങ്ങനെ വിനിമയം ചെയ്യാം, ഇതൊക്കെയാണ് എഡിറ്റോറിയലിന്റെ ചർച്ചകൾ പറയുന്നത്. നോക്കണം, ബ്ലൂബർഗ് നോക്കിയാൽ മതി. ടൈംസ് ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച മുഴുവനും അമേരിക്കൻ യുദ്ധത്തെ കുറിച്ചാണ്. അമേരിക്കൻ യുദ്ധത്തെ നീതീകരിച്ചുകൊണ്ടുള്ള വാർത്തകളും ഇറാഖ് റിയാലിറ്റീസ് നോക്കിയേ, ഒന്നുമില്ല, ഒന്നോ പോയിന്റ് വളരെ ചുരുക്കമാണ് ഈ ഇറാഖ് റിയാലിറ്റീസ്. ആർക്കും അങ്ങനെ താല്പര്യമില്ല എഡിറ്റോറിയൽ അതിനകത്ത് എഴുതാനായിട്ട് എന്ന് ഓർത്തിരിക്കണം. ദ അനാലിസിസ് ഓഫ് ദി എഡിറ്റോറിയൽസ് മെയിൻ തീംസ് ആർ റിലേറ്റഡ് ടു ദി US വാർ, ഇറാഖ് റിയാലിറ്റീസ്, മീഡിയ വാർ, റോൾ ഓഫ് UN, ഇറാഖ് ഓയിൽ ആൻഡ് ദ പോസ്റ്റ് വാർ ചലഞ്ചസ് ഓഫ് ദി ഇറാഖ്. ചില ഫോട്ടോകൾ നമുക്ക് നോക്കാം. ടോട്ടൽ ഫോട്ടോസ് ഓൺ ദി സെലക്ടഡ് ന്യൂസ്പേപ്പേഴ്സ്, ഫോട്ടോ കവറേജ് ഓഫ് ഇറാഖ് വാർ നോക്കണം. അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി കഴിഞ്ഞു. ആ ഗ്രാഫ് ശരിക്ക് വ്യക്തമായി അവതരിപ്പിക്കുന്നു. മലയാള മനോരമ 57% വാർത്തകൾ അവതരിപ്പിക്കുന്നത്. വേറെ സ്പേസ് അവിടെയില്ല, അത്രമാത്രം ഫോട്ടോസാണ് അവിടെ അവതരിപ്പിച്ചിരുന്നത്. ഫോട്ടോകളിൽ കൂടിയുള്ള ദൃശ്യങ്ങളാണ്. ഓർത്തിരിക്കണം, ആരുടെ ഫോട്ടോയാണ്. ഓരോ ഫോട്ടോയും പ്രധാനപ്പെട്ട പടം കൊടുത്തു എന്നുള്ളതല്ല, ആരുടെ ആയുധമാണ്, ആരുടെ കണ്ണാണ്, ആരുടെ വീക്ഷണമാണ്, ഏത് ആംഗിലാണ് അവതരിപ്പിക്കുന്നത്, ആര് കൊടുത്ത പടമാണ്. അതാണ് നമ്മൾ എത്രമാത്രം ചിന്തിക്കുകയും കൊള്ളാം, പടം കൊള്ളാം, ഒരു കുഞ്ഞ് അവിടെ ഇങ്ങനെ വെടിയേറ്റി കിടക്കുന്നു, അല്ലെ ഒരു പട്ടാളക്കാരൻ എടുത്തോട്ട്. ആ പടങ്ങളെല്ലാം അങ്ങനത്തെ ആയിരുന്നു. പട്ടാളക്കാര് സംരക്ഷണം നൽകുന്ന ചിത്രങ്ങളാണ് പലതും. അത് പ്രത്യേകം പഠിക്കാൻ വേണമെന്നാണ് മനോരമ കൊടുത്ത പടങ്ങളുടെ പ്രത്യേകതകളോ. അമേരിക്കയെ അല്ലെങ്കിൽ പട്ടാളത്തെ അല്ലെങ്കിൽ എംബഡഡ് ജേർണലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ചിത്രങ്ങളുമാണ്. പട്ടാളക്കാര് ഭക്ഷണം കൊടുക്കുന്നു, പട്ടാളക്കാര് ഇങ്ങനെ കുട്ടികളെ എടുത്തുകൊണ്ട് പോകുന്നു, ഭക്ഷണം കൊടുക്കുന്നു. ഇതെല്ലാം ഇങ്ങനെയുള്ള വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ചിത്രങ്ങൾ, US വാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ചിത്രങ്ങളാണ് പലതും അവതരിപ്പിച്ചിരിക്കുന്നത്. നോക്കണം, പിക്ചേഴ്സ് വെർ മോസ്റ്റ്ലി ആക്ഷൻ ഫോട്ടോസ് ഓഫ് ദി വാർഫെയർ കണ്ടന്റ്. വളരെ ആക്ഷൻ ഫോട്ടോസ് ആണ് അവർ പലതും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് വളരെ ദൃശ്യമായതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ പടം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. കാര്യം അധികം പറയാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ പഠനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശകലനത്തിലേക്കാണ് പോകുന്നത്. ഈ പഠനങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പത്രത്തിന്റെ പൊളിറ്റിക്സ് എന്താണ്? വസ്തുതല ഈ പഠനം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ അല്ല, പൊളിറ്റിക്സ് ഓഫ് മീഡിയ ആണ്, മാധ്യമങ്ങളുടെ രാഷ്ട്രീയം. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു പഠനം തന്നെ, ഒരു ശാഖ തന്നെ വളർന്നു വരേണ്ട ഒരു സമയമായിട്ടുണ്ട്. മാധ്യമങ്ങളുടെ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഓരോ പത്രത്തിന്റെ രാഷ്ട്രീയം, ദേശാഭിമാനിയുടെ രാഷ്ട്രീയം, അല്ലെങ്കിൽ മനോരമയുടെ രാഷ്ട്രീയം, മാധ്യമത്തിന്റെ രാഷ്ട്രീയം. ഓരോ പത്രത്തിന്റെ രാഷ്ട്രീയ പഠനങ്ങൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഇറാഖ് വാർ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഈ ന്യൂസ് അനാലിസിസ് നോക്കുമ്പോൾ ഇത് വെളിപ്പെടുത്തുന്ന വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ പത്രങ്ങളെല്ലാം അമേരിക്കയുടെ പ്രോ US ശബ്ദവും ദൃശ്യവും ചിത്രങ്ങളുമാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. പ്രോ ഇറാഖ് വളരെ കുറവാണ്. പക്ഷെ നോക്കണം, ന്യൂട്രൽ ആൻഡ് അംബിഗ്യൂസ് ഇതിനോട് ചേർത്ത് വെച്ചതാണ്. മലയാള മനോരമയുടെ പ്രോ ഇറാഖ് നോക്കി, അതേസമയം അംബിഗ്യൂസ് നോക്കി, എന്നിടയ്ക്ക് ന്യൂട്രൽ നോക്കി നോക്കണം. ഇത് രണ്ടും കൂടെ ചേർത്ത് പിടിക്കുന്ന അവസരത്തിൽ മലയാള മനോരമയുടെ രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നിലും വ്യക്തമായ അഭിപ്രായം അവതരിപ്പിക്കുന്നില്ല, ദുരൂഹത സൃഷ്ടിക്കുന്ന, അവിടെയാണോ അവിടെയാണ്, ഇവിടെയാണോ ഇവിടെയാണ്, അവ്യക്തമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇറാഖ് യുദ്ധത്തെ സമീപിച്ചത്. നോക്കണം, നമ്മൾ കാണുമ്പോൾ ഇറാഖ് യുദ്ധത്തിലെ വലിയ ചിത്രങ്ങളാണ്, വലിയ വിശകലനങ്ങളാണ്. 2 പത്രങ്ങൾ അവതരിപ്പിച്ചു. പടം ഇറാഖിനെയാണ് സപ്പോർട്ട് ചെയ്തത്, അമേരിക്കയാണ് സപ്പോർട്ട് ചെയ്തത്. അമേരിക്കയും വേണം, ഇറാഖും വേണം. ഇറാഖ് എന്ന് പറയുന്നത് ഇറാഖല്ല നമുക്ക് മലയാളം മുന്നിൽ നിൽക്കുന്നത്. ഇറാഖിനോട് ചേർന്ന് നിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളാണ്. ഇവിടുത്തെ സാമ്പത്തിക ക്രമത്തെയും ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയും നിലനിർത്തുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്, പ്രത്യേകിച്ച് ഓയില്. അതുകൊണ്ട് ഇറാഖിനെ തള്ളാനും പറ്റത്തില്ല, അമേരിക്കയെ ഒട്ടും തള്ളാൻ പറ്റത്തില്ല. ഇത് രണ്ടും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവസാനം അവിടെയുമല്ല ഇവിടെയുമല്ല എന്നൊരു വിശകലനമാണ് ഈ ഭാഗത്ത് നിലനിൽക്കുന്നത്. ദിസ്
ambiguous and neutral style of news coverage keeps the public in clarity of understanding the policy of the newspaper, and it becomes obvious that there are marketing reasons behind it. This has almost became the consistent of inclination of regional newspapers in India with the capitalist nature. എന്തുകൊണ്ടാണ് അവിടെയും ഇല്ല എന്ന് പറഞ്ഞ് നിലനിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ മാർക്കറ്റിന്റെ ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. നോക്കണം, the verbatim of the first page captures clearly carried the ethos and air of the hegemony of the Western media, while the dominant character and bias of the influential West become visibly reflecting through it. നോക്കണം, അതുകൊണ്ട് ഒരു വേറൊരു പഠനം ഇതിനോട് ഈ പൊളിറ്റിക്സ് ഓഫ് മീഡിയ എന്ന് പറയുന്ന കൂടെ ചേർന്നിരിക്കുന്നതാണ് മീഡിയയുടെ ബയാസ്, മാധ്യമങ്ങളുടെ പക്ഷപാതം. അതും പഠനത്തിന് അവതരിപ്പിക്കുന്നത്. അത് ദൃശ്യം കൊടുത്താലും ശബ്ദം കൊടുത്താലും കവറേജ് കൊടുത്താലും ആറോളം കൊടുത്താലും അതിന്റെ പിന്നിൽ ഒരു പക്ഷപാതമുണ്ട്. ആ പക്ഷപാതം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. നമുക്ക് സന്തോഷമേ ഉള്ളൂ, നമ്മുടെ വാർത്ത വന്നു, നമ്മുടെ പടം വന്നു, നമ്മുടെ പേര് വന്നു, വെരി ഗുഡ്, അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു കണ്ണെന്ന് പറയുന്നത് വളരെ ഭയങ്കരമാണ്. The headline analysis shows the prominence given to US dominated themes rather than to the voice of the suffering people in Iraq. ഇതിന്റെ വിശകലനത്തിലെ സമാപനത്തിലേക്ക് ഞാൻ എത്തുകയാണ്. അതുകൊണ്ട് ഈ പഠനത്തിനകത്ത് പറയുന്ന ചില പ്രധാന കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുമ്പോൾ, the content analysis of these newspapers reveals that they have provided a very wide coverage of the Iraq war. The extensive coverage of Iraq war was vehemently imparted by both English language newspapers and the regional language newspaper. All the selected newspapers project the significance of the Iraq war propaganda in the Indian media. Indian newspapers have given a huge amount of attention to the Iraq war with an average of 3 to 4 pages daily during the 26 days of the initial phase of the Iraq war. The space coverage includes news reports, analysis and photography regarding Iraq war. The analysis of the newspaper headings reveal the domination of US related themes in molding the titles for public consumption. നോക്കണം, US oriented titles ചിത്രങ്ങളുമാണ് ഇവര് അവതരിപ്പിച്ച് ഇന്ത്യൻ മാധ്യമങ്ങൾ അവതരിപ്പിച്ചത്. The study reveals that the coverage of the Iraq war in Indian media based on the selected 4 newspapers was considerably in favor of the US position regarding the Iraq war. The facts and figures help one to reasonably arrive at the conclusion that the national English newspapers were highly favorable to providing US related information and content. It is clear in closer observation that the media have formed a league with Washington, Pentagon and embedded news sources. This could certainly be the result of globalization and the cultural hegemony of global media. The majority of the first page main titles reflect the hegemonic approach of the global media coverage on Iraq war. The coverage analysis of the Iraq war in Indian media reveals the propagation of the hegemony of the US and its allies. Thus, the Indian media, whether it is national or regional, demonstrates the ideologies of market, capital, and power. Both English and regional language newspapers disseminated hegemonic interest in the war rather than voicing the suffering of the Iraqis. Cultural hegemony of the Iraq war coverage appears to have considerably affected the public discourses on war and terrorism. Thus, Indian media still functions as a powerful tool of hegemony, particularly in the age of globalization. ആഗോളവൽക്കരണത്തിനെയും നവമാധ്യമ സംസ്കാരത്തിനെയും പശ്ചാത്തലത്തിൽ ഇന്നും ഇന്ത്യയിലെ ശബ്ദ, ദൃശ്യ, സാമൂഹ്യ മാധ്യമങ്ങൾ എല്ലാം തന്നെ യാന്ത്രികാർത്ഥ ഘടനയിൽ, വിനിമയ ഘടനയിൽ, രാഷ്ട്രീയ ഘടനയിൽ പാശ്ചാത്യ രാജ്യത്തിൻ്റെ വൻകിട കമ്പോള മാധ്യമങ്ങളുടെ വക്താക്കളായി തീർന്നിരിക്കുന്നു എന്നാണ് ഈ പഠനം
ഇവിടെ വിശകലനം ചെയ്യുന്നത്. കൂടുതൽ വിവരണങ്ങൾ ചോദ്യങ്ങളിൽ കൂടി അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.